എത്ര വെള്ളം എടുക്കണം എത്ര തരക്കണം പക്ഷെ അവസാനം ബേബി വെള്ളം കൂടിയോന്നൊരു സംശയം എന്ന് പറയുന്നുണ്ട്. അടി ചെന്നോളില്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. ലേശം പൊടി നമുക്ക് അഡ്വൈസ് കൊടുക്കല. നമ്മളിവിടെ ഉത്രാടപ്പാച്ചിലിന് വന്നിരിക്കുകയാണ്. ഉത്രാടത്തിന് മുന്നേ പൂരാടല്ലേ, ആ പൂരാടപ്പാച്ചിലാണ് തൽക്കാലം. കാരണം ഉത്രാടം പായുമ്പോഴേക്കും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നാളെ ഉത്രാടും തിരുവോണവും എല്ലാം അടിപൊളിയായി ആഘോഷിക്കാനുള്ള സദ്യവട്ടങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ മിത്തുക്കുട്ടിക്ക് സദ്യ ഇല്ലാത്തൊരു പരിപാടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ 1-2 വിഭവമൊക്കെ മതി. അപ്പോൾ ഇല മുതലേ ഒരു വൈബ് ഞാൻ കാണിച്ചു തരാം. ഓണത്തിൻ്റെ വൈബ്, അപ്പുറത്ത് ഗണപതിയുടെ വൈബ്, ഫുൾ വൈബ് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. നമ്മൾ പൂരാട വാണിഭത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കേരള സ്റ്റോർ മാതാ സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇലയും പഴവും കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛനമ്മയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മെയിനായിട്ട് നമ്മുടെ ഇലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നിറയെ കായവറുത്തും ശർക്കരപ്പേരിയും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണക്കോടി അമ്മയ്ക്ക് നല്ലൊരു അടിപൊളി സെറ്റ് മുണ്ട് എടുത്തു കേട്ടോ. ഇവിടെ സെറ്റ് മുണ്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കൂടുതൽ മുണ്ടാണ് സാരിയേക്കാൾ കൊടുക്കുക. അപ്പോൾ സെറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളി കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്തു. അതൊക്കെ ഓണത്തിൻ്റെ അന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇവിടെ ഗണപതിയും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഗണപതി ഒരു സൈഡിലുണ്ട്. നമ്മൾ ഓണത്തിനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ഗണപതി മണ്ഡലുണ്ട്. അവിടെ ഒന്ന് തൊഴുതു. ഹാപ്പി ഉത്രാടം, ഹാപ്പി 1-ാം ഓണം. പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അടുക്കളയിൽ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് നമ്മുടെ അടുക്കള. കൂടുതലായിട്ട് നന്നായിട്ടൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്ഥലവും ഷൂട്ട് ചെയ്യുന്ന സ്ഥലവും നിങ്ങൾ കാണാൻ പോണ സ്ഥലം ഈ ഒരു അടുക്കളയായിരിക്കും അല്ലേ. അപ്പോൾ ഉത്രാടമായിട്ട് നമ്മളിതേ പഴം പുഴുങ്ങിയത്, ഞാൻ എപ്പോഴും പറയണ പോലെ പപ്പടം ഇനി കാച്ചണം, പ്ലസ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി, പപ്പടം, കായവറുത്ത്, ഇതൊക്കെയാണ് നമ്മുടെ ഉത്രാടത്തിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അടുക്കളയിൽ ഷൂട്ട് ചെയ്യാൻ നല്ല ലൈറ്റും ഇതൊക്കെ ആയിട്ട് ജസ്റ്റ് വീഡിയോ ഓൺ ആക്കിയാൽ മതി. സംഭവം അടിപൊളിയാണ്. അപ്പോൾ അതിലായിരിക്കും ഞാൻ ഇനി മുതൽ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. എല്ലാവരുടെയും ഓണം എന്താണ് ഇപ്രാവശ്യം നമ്മൾ മാത്രമല്ല, അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ. നിമിഷേൻ്റെ അച്ഛനമ്മയുണ്ട്. എൻ്റെ അച്ഛനമ്മയും പോയിട്ട് ഓണത്തിന് മുന്നേ അവർ സ്ഥലം വിട്ടു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഓണം നമ്മളൊന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാറ്റർഡേ സൺഡേ ആണ് വരുന്നത്, ലീവാണ്. അല്ലെങ്കിൽ ലീവ് ഉണ്ടാവാറില്ല, എക്സാമൊക്കെയാണ്. മിത്തുക്കുട്ടിക്ക് എക്സാമാണ് കേട്ടോ. അപ്പോൾ ഇത് ലീവ് ആയതുകൊണ്ട് നമ്മൾ അടിപൊളിയാക്കാം എന്ന് വിചാരിച്ചിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന് പുതിയ അടുക്കളയിൽ രാവിലെ എണീറ്റ് ഉടനെ കയ്യിലേക്ക് 4 നാളികേരം വെച്ചെന്ന്. പുതിയ അടുക്കളയിൽ പുതിയ നാളികേരവും ഓണവും. ഉത്രാട പാച്ചിലല്ല, ഉത്രാട ചിരകൽ അല്ലേ. കുറേ നാളികേരുണ്ട് ചെറുകിട്ട്. മലയാളിക്ക് നാളികേരം ഇല്ലാത്തൊരു സംഭവമല്ലേ. പറഞ്ഞേ പഴമൊക്കെ ഓൾറെഡി ഇഡ്ഡലി. ശരിക്കും ഇഡ്ഡലിയുടെ ആവശ്യമില്ല അല്ലേ. നമ്മള് പഴവും പപ്പടവും മാത്രം ശരിക്കും മതി. അതെ, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഗ്രാൻഡ് ആയിക്കോട്ടെ. പഴം, പപ്പടം, ഇഡ്ഡലി എല്ലാതും ആയിക്കോട്ടെ വിചാരിച്ചു. പഴം പപ്പടം കഴിച്ചിങ്ങനെ മത്ത് പിടിച്ചിരിക്കുക. വേണം ഓണം. എന്തായി നാളികേരം കഴിഞ്ഞാ? നാളികേരം എന്താ 3 കഴിഞ്ഞു. ഹാപ്പി ഉത്രാടം. കുട്ടി പുതിയ ഡ്രസ്സ്, പുതിയതല്ലേ? 1-ാം ഓണമായിട്ട് സുന്ദരിക്കുട്ടിയായി കുളിച്ച്. നമുക്ക് പിന്നെ പട്ടുപാവാടയൊക്കെ അന്ന് ഹൗസ് വാമിങ്ങിന് ഇട്ടതിൻ്റെ ശേഷം കെട്ടിപ്പൊട്ടി വെച്ചതാണ്. അതൊന്നും ഇഷ്ടമല്ല. ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഇടാലോ അല്ലേ. അപ്പൊ ഇതെങ്ങനെ ഒരു ഫുൾ ഗൗണ് പോലെയാ? ഫുള്ള് ഗൗണ്, പിന്നെ ഒരു ഓവർകോട്ട് അല്ലേ. ഇത്
അമ്മമ്മയും അച്ഛമ്മയും ഒക്കെ. അമ്മമ്മ അടുത്ത് എന്താ? മുത്തശ്ശനും അച്ഛമ്മയും അച്ഛനും. അപ്പൊ ഒന്ന് നമ്മൾ ഇന്നിടും, ഒന്ന് നാളെ ഇടും അല്ലേ? അപ്പൊ രണ്ടും മിഥുന് ഇഷ്ടമുള്ള കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സുകളാണ്. എപ്പോൾ വേണമെങ്കിലും ഇടാം. പട്ടുപാവാട ഇവിടെ ആകെ ഓണത്തിനും വിഷുവിനും ഇടുള്ളൂ. അത് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കൽ വാങ്ങിക്കും അല്ല. ഹാപ്പി എല്ലാവരും ഉള്ളതുകൊണ്ട് സദ്യ വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. യെസ്. അപ്പം ഞാനൊന്ന് പോയി കുളിച്ച് റെഡിയായി വരാം. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി ഞാനൊന്ന് കുളിക്കാൻ വന്നതാണ് കേട്ടോ. കാരണം നമുക്ക് ഇന്ന് അമ്പലത്തിലൊക്കെ പോകണം. ഉത്രാടം 1-ാം ദിവസമൊക്കെ ആയിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് അടിപൊളിയാക്കണ്ടേ അല്ലേ? അപ്പം ഞാനിതാ എൻ്റെ ബാത്റൂം ഓരോരോ സ്ഥലങ്ങളായിട്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരും കേട്ടോ. അപ്പം ഞാൻ കുളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതാ എണ്ണയൊക്കെ തേച്ചു കേട്ടോ. എണ്ണയൊക്കെ തേച്ച് നമുക്കിനി കുളിക്കാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് തേച്ചിരിക്കുന്നത് മാമാത്തിൻ്റെ കേരള താളി ഹെയർ ഓയിലാണ് കേട്ടോ. ഇവരുടെ ഒരു സെറ്റ് ഉണ്ട്. താളിയുടെ തന്നെ ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പൂ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്. ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള സംഭവം. അപ്പം ഞാൻ ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് കുളിച്ചതിന് ശേഷം ഇന്ന് ഞാൻ നമ്മുടെ മാമാത്തിൻ്റെ കേരള താളി ക്ലെൻസിങ് ഹെയർ മാസ്ക് വെച്ചിട്ട് തലയിലൊന്ന് തേക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമാത്തിൻ്റെ കേരള താളി ക്ലെൻസിങ് ഹെയർ മാസ്ക് 100% നാച്ചുറൽ ഹെർബ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ 12 ഹെർബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈബിസ്കസ്, അലോവേറ, അംല, ഷിക്കക്കായൊക്കെ കൂടി ഉപയോഗിച്ചതാണ്. ഇത് തിക്ക് ആൻഡ് ലോങ് ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അതേപോലെ തന്നെ ഇത് അമ്മ അപ്രൂവ്ഡ് ആണ് കേട്ടോ. പിന്നെ മാമാത്തിൻ്റെ പ്രോഡക്റ്റൊക്കെ നമ്മുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരതിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഞാൻ റെഡിയായി, മുടിയൊക്കെ ഉണങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഓണല്ലേ, അപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ ഒക്കെ ഇതാ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ മാമാത്ത് എന്ന് പറയുന്നത് ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അവരുടെ ഒഫീഷ്യൽ ആപ്പ് എന്താ പറയുക ലോഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ അവരുടെ www.mamat.in എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ 1day2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓണൊക്കെ ഇട്ട് നല്ല താളിയൊക്കെ തേച്ച് കുളിച്ച് ആടിപ്പൊളിയാക്കി ഇനി നമുക്ക് പോവാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. സോ ഞാൻ എന്തായാലും റെഡിയായി. ഉത്രാടൻ സ്പെഷ്യൽ. അപ്പോൾ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഉത്രാടൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് അച്ഛൻ്റെ അടപ്രഥമനാണ് കേട്ടോ. അപ്പം അച്ഛൻ ഇവിടെ അടപ്രഥമൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അച്ഛൻ്റെ അടപ്രഥമനൊക്കെ 2-3 പ്രാവശ്യം. സോ ഇത് അടയൊക്കെ അവിടെ ഉണ്ടാക്കാനുള്ള ഇലയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇന്നലെ നമ്മൾ പോയിട്ട് വാങ്ങിച്ച ഇല, അതിലത്തെ ഒരു ഇലയുടെ അട ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ റെഡിമെയ്ഡ് അട വാങ്ങില്ല അല്ലേ? അടയാണ് അതിൻ്റെ സ്വാദ്. മെയിൻ സ്വാദ് എന്താ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കണം. മറ്റേത് എന്താ അതിന് രുചി പോരാ. ഇത് അരിപ്പൊടിയല്ലേ, പച്ചരിപ്പൊടി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചരി നൂൽപുട്ടിന്റെ പൊടിയില്ലേ, പത്തിരിപ്പൊടി, അത് ഈ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഒരു 10 ആള് ചുറ്റും വേണം. ആ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. അതെ അതെ. ആ ഒരു 10 ആള് ചുറ്റും വേണം. ഉപ്പ് എടുക്കോ, മുളക് എടുക്കോ, അതാണ് ചുറ്റും വേണം. പായസം കൂടി ഉണ്ടായിക്കോളൂ. ഇനി നമ്മൾ കൈകൊണ്ടാണ് പരിപാടി. കൈയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ പരിപാടിക്ക് തുടങ്ങാൻ. ഈ അട 2 തരത്തിലുണ്ടാക്കാം. ഒന്നിങ്ങനെ കട്ടിയിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് പരത്തിയിട്ട്, പിന്നെ 2 ദിവസം ഈ മാവ് ഇങ്ങനെ ദോശമാവ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ അണിഞ്ഞിട്ട് 2 തരത്തിലുണ്ടാക്കാം. ഇതന്നെയല്ലേ പാലടയ്ക്കും ഉണ്ടാക്കുക അല്ലേ? പാലടയാകുമ്പോ ചെറുത്, അതൊരു ചില്ല് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പണ്ടത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മള് വലിയ പണ്ട് ഉള്ളിയായിട്ട് ഇങ്ങനെ കൊത്തുക ചെയ്യാം. വലിയ അട, അതിങ്ങനെ കടിക്കണം. അടപ്രഥമനാണ്. അപ്പം നമ്മുടെ നാട്ടിലൊന്നും പണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ നല്ല അല്ലെ, ഓണത്തിനൊന്നും നമ്മൾ അടപ്രഥമൻ പണ്ടൊക്കെ മരിച്ച. പക്ഷെ തെക്കോട്ടൊക്കെ ഉണ്ട്. തെക്കോട്ടൊക്കെ എനിക്ക് തോന്നുന്നു അടപ്രഥമൻ ഉണ്ട്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ മരിച്ച സദ്യക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ മെയിൻ ഇതിലൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ ഇപ്പൊക്കെ അങ്ങനെയൊന്നല്ല. കാരണം നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ഛന്റെ ഫേവറേറ്റ് ആണ്. മകനും അത് ഭയങ്കര അച്ഛൻ പറയുകയും ചെയ്തു, ഇവിടെ വന്നിട്ട് 2 ആഴ്ചയായിട്ട് അടപ്രഥമ കുടിക്കാനായിട്ടൊരു സമാധാനം ഇല്ല അത്ര. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും തോന്നണം. കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പച്ചണ്ടായി തന്നിരുന്നു. അങ്ങനെ അന്ന് ഉണ്ടാക്കിയിട്ട് തോന്നുന്നു ഇവിടെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള്. പരികർമ്മികൾ സ്ട്രോങ് ആവും. എന്താണ് ബേബി ബേബി എത്ര വെള്ളം എടുക്കണം, എത്ര തരിക്കണം. പക്ഷെ അവസാനം അടപ്പ
മെഷർമെന്റ്. മെയിൻ ഷെഫുകാരൊന്നും ഭക്ഷണം ഉണ്ടാക്കില്ല. ഐ മീൻ അവർ ജസ്റ്റ് ഇങ്ങനെ ഇടുള്ളൂ. അതെ അതെ. ബാക്കിയെല്ലാം അസിസ്റ്റൻസ് ചെയ്യണം എന്നുള്ള പോലെയാണ്. വിളിക്കുന്നുണ്ട്. അത് ചെന്നോളൂ. അത് ചെന്നില്ലെങ്കിൽ അടപ്രഥം വേറെ എന്തെങ്കിലും ആവുന്ന തോന്നുന്നത്. ഈ അടപ്രഥം ആരും കാണണ്ടത്. ഇതുവരുന്ന അടപ്രഥം വേറെ ആയിട്ടില്ല. അച്ഛന്റെ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യല് ഇതിന്റെ സ്പെഷ്യല് കഴിച്ചു നോക്കിയാലേ അതിന്റെ ക്ലിയർ അറിയുള്ളൂ. ഉണ്ടാക്കുന്നതിലും അതിന്റെ ഡബിൾ ആണ് കഴിക്കുമ്പോ. ബേബി വെള്ളം കൂടിയോന്നൊരു സംശയം എന്ന് പറയുന്നുണ്ട്. അത് ചെന്നോളൂ. അത് തോന്നുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഷാരുഖ് മാഷൊക്കെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇതൊന്നും ഞാൻ കുഴക്കേണ്ടതല്ല, കുഴപ്പിക്കേണ്ടത് ആളാണ്. ഞാനിതൊരു എക്സാമ്പിൾ കാണിച്ചു മാത്രം. ഇപ്പൊ അച്ഛ ഏതായാലും കുഴപ്പിച്ചിട്ടുണ്ട്. ഈ കുഴക്കലൊന്നും നിന്റെ പണിയല്ല, നമുക്ക് അഡ്വൈസ് കൊടുക്കല. നേരെ കുഴക്കൂ, നേരെ അടയിടൂ, പായസം റെഡിയാക്കൂ അല്ലേ? മാനേജ് ചെയ്യാനേ അറിയുള്ളൂ. അതിലാണ് മെയിൻ ആൾക്കാർക്ക് പണിയുള്ളത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഹെൽപ്പേഴ്സ് ചെയ്യേണ്ട പരിപാടിയാണ്. ഹെൽപ്പല്ല, എന്താ പറഞ്ഞത്? അവിടെ ഒരു ഉരുളയ്ക്ക് വലിപ്പം കുറവാണ്. ഇതിന്റെ വെള്ളല്ലേ, വെള്ളത്തിന്റെ ആവശ്യം കൂടുതലാ. നമ്മൾ ഇത്ര ഈ അടയോണ്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോ നമുക്ക് ചുരുങ്ങിയത് ഇത്രയും അടപ്രഥമം ഇല്ലേ, ഒരു 20 ആൾക്ക് സുഖമായി കഴിക്കാം. 20 പേർക്ക് സുഖമായിട്ട് ഇതുകൊണ്ടുണ്ടാക്കിയ അടപ്രഥമം കഴിക്കാൻ പറ്റും. അച്ഛൻ പറയുന്നത് എന്താ വെച്ചാൽ അച്ഛൻ പ്രിപ്പയർ ചെയ്യുന്ന പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം വീഡിയോയിൽ എടുത്തിട്ട് കാണിക്കാവൂ, ബാക്കി ഹെൽപ്പേഴ്സിന്റെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാ പറഞ്ഞത്, ഷെഫ് മെയിൻ ഷെഫ് ചെയ്തൊരിക്കലും അവിടെ ശരിയാവില്ല. അച്ഛാ 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 അച്ഛാ, അവിടെ ഒരു സീക്രട്ട് ഉണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്. അമ്മോട് ചോദിക്കൂ. ഞാനേ കയ്യിന്റെ മുകളിൽ എണ്ണ എടുത്തില്ല, ഞാനത് ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ, നമ്മളിതൊന്നും ചെയ്യാറില്ലല്ലോ. പരത്തേണ്ട ആവശ്യം നമ്മളതല്ല. അതല്ലേ, നമ്മളിതൊന്നും ചെയ്യില്ല. പരിപാടി നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലൊന്നും പറയല്ലേ ഉള്ളൂ, അവിടെ ഞാൻ ഉണ്ടാക്കിയത്. അതെ, പിന്നെ വേറെ ഇപ്പൊ വേറെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ മെയിൻ കുക്കല്ലേ, അയാളല്ലേ ഇപ്പൊ ഇതൊക്കെ ചെയ്യാ. അതെ, പിന്നെന്താ, അതേപോലെ കണക്കാക്കിയാൽ മതി. അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ അമ്മ, എന്താണ് കയ്യിൽ ഒട്ടാത്ത സംഭവം? അച്ഛന്റെ കൈ നല്ല വൈറ്റ് വാഷ് ചെയ്ത പോലെ ഉണ്ട്. ഇത് നല്ലതാണ്. എന്താണ് 2 തരത്തിലാണ് ഈ പരത്തല്. ഒന്ന് ഇങ്ങനെ പരത്തല്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഇങ്ങനെ പരത്താനൊന്നും ആളില്ല, അങ്ങനെയുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ വെള്ളത്തിൽ നല്ല കൊഴുന്നനെ ഈ പൊടി കളിക്കുക, എന്നിട്ട് അണിയുക. ഇങ്ങനെ നല്ല ഇതായിട്ട് ഇങ്ങനെ അണിയുക. അണിഞ്ഞിട്ട് അങ്ങനെ നമ്മള് അച്ചപ്പത്തിനൊക്കെ അങ്ങനെയുള്ള മുറുക്കിന് അണിയനെ പോലെ അണിഞ്ഞിട്ട് എന്നിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇത് അടയായിട്ട് മാറും. വെന്ത് കഴിഞ്ഞാൽ ഇതും അടയായിട്ട് മാറും. അതും ഇതായിട്ട് നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് കാഴ്ചപ്പാടിനും കുറച്ച് അസിസ്റ്റൻസിനും ഇതാണ് എളുപ്പം. ആ പരിപാടി, ആ അണിയണ പരിപാടി ഞാൻ ആൾക്കാരോട് സഹിക്കും. അതെ, അല്ല അച്ഛൻ എന്താ അറിയോ, എവിടെ മെയിൻ ആയിട്ടുള്ള ആളുകള് അവര് ആ ഡയറക്ഷനാണ് മെയിൻ അല്ലേ? അതെ, അങ്ങനെയാണ്. അത് അച്ഛാ പറയൂ, നിങ്ങൾ അസിസ്റ്റന്റ്മാര് വേറെ ഞാൻ പറയാത്ത സംഭവങ്ങളൊന്നും നിങ്ങൾ പരീക്ഷിക്കരുത്. അതൊന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലല്ലേ?
അങ്ങനെ തന്നെ വേണം. ഈ അസിസ്റ്റന്റ് നന്നായാലല്ലേ മറ്റവർക്ക് ഇതുള്ളൂ. ആ അസിസ്റ്റന്റിന് അപ്പൊ നമുക്ക് ശമ്പളം അടുത്ത മാസം കൂടുതൽ കൊടുക്കണം. അതാ പറഞ്ഞത്, നല്ല അസിസ്റ്റന്റ് ആണ്. എല്ലാ പരിപാടി ചെയ്തിട്ട് ശരിയായിട്ട് അവസാന സമയത്ത് ഡയറക്ഷൻ ശരിയായിട്ട് അല്ലേ നമ്മളെല്ലാരും പണിയെടുക്കും. ഇനി വരിക എന്താ അച്ഛന്റെ അടപ്രഥമൻ. അതിന് അങ്ങനെ തന്നെയാണ് വരിക. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. അതിപ്പോ എത്ര വലിയ ഷെഫ് ആയാലും അങ്ങനെ തന്നെയല്ലേ, ആ ഷെഫിന്റെ തന്നെ പേര് അല്ലേ. പിന്നെ അല്ലാണ്ട് എന്താ, അത് അവരുടെ ട്രേഡ് മാർക്കാണ്, അത് ഒരു സീക്രട്ട് ആണത്. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാരുണ്ടാവും, അതൊക്കെ കണക്കിലെടുക്കില്ല. ഏയ് അപ്പൊ ഇതിപ്പോ നല്ല 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 പൊസിഷനിലാണുള്ള അടയാണ് നമുക്ക് ഉണ്ടാവാൻ പോണത്. അടപ്രഥമൻ എന്താ വെച്ചാൽ ഇത് പരത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് പ്രത്യേകിച്ചായിട്ടുള്ള ഒരു ടേസ്റ്റ് വേറെയാണ്. അണിയനുണ്ട്, അതും ഒരു മോഡലാണ്. അത് എമർജൻസിക്ക് പെട്ടെന്ന് ടക്സ് 5 മിനിറ്റ് കൊണ്ട് അണിയിൽ നമ്മുടെ പരത്തിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് എന്താ വെച്ചിട്ടുണ്ടോ, വരഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ ആക്കാനായിട്ട് നമ്മളിങ്ങനെ അതേപോലെ ഇങ്ങനെ വരിക. അത് പിശാങ്കതിയോ ഒരു ഒന്നില്ലെങ്കിൽ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. ക്ലോസ് ആയിട്ടും ഇതാക്കും. കുഴപ്പമില്ല, അതിങ്ങനെ ജസ്റ്റ് അത് അങ്ങനത്തെ ഒട്ടും. അപ്പൊ നമ്മുടെ ഇലയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പ്ലേറ്റിലാക്കി കൊണ്ടുപോവാം. അവിടെ ചെന്ന് എന്താണ് തിളപ്പിക്കാൻ വെക്കാം. അപ്പൊ നമ്മൾ പരത്തിയിട്ടുള്ള അടയാണിത്. ഇനി നമ്പർ 1 ആയിട്ട് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇതേമാതിരി ഇങ്ങനെ ഇടുക. അപ്പൊ നമ്മുടെ അടപ്രഥമനുള്ള ഒന്നാം പാല് എടുക്കാം. പാലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അട ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ശർക്കര ഇടുക, അടപ്രഥമൻ റെഡി. അപ്പൊ നമ്മുടെ അട ഉണ്ടല്ലോ നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി ഈ അടയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടോ, ഇതിന് പുറത്തേക്ക് എടുത്തിട്ട് ഈ ചൂടുവെള്ളം നമ്മൾ പുറത്തേക്ക് കളയുക. ഇതിന് ശേഷം ഇതിൽ തണുത്ത വെള്ളം ഒഴിക്കുക. അപ്പോഴാണ് അട അങ്ങനെ ഒട്ടിപ്പിടിച്ച് നല്ല കണക്കിലായിട്ട് നല്ല സ്ട്രോങ് ആവുക ഈ അട. ഇപ്പോൾ അട ഈ ചൂടായിട്ടേ അപ്പുറം ഇങ്ങനെ ഒരു നൈസായി കൊണ്ടാണ്. പച്ചവെള്ളം ഒഴിച്ചാലാണ് അതുകൊണ്ട് നല്ല അടയായി തീരുക. ഇത് നമ്മളിതാ ഈ ഇപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ പച്ചവെള്ളത്തിൽ ഇടുകയാണ്. ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോരും. അകത്താക്കിയിട്ട് ചെറുതാക്കുക. ചെറിയ നമുക്ക് പാകത്തിന് മാതിരിയായിട്ട് ഇത് കുത്തിയതായിട്ട് ഇങ്ങനെ മുറിച്ച് ഇതാ ഇപ്പോൾ ഇത് കുത്തിയിട്ടുള്ള അടയാണിത്. ഈ അട കൊത്തിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് നമ്മളൊന്ന് കഴുകണം. 3-ാം പാൽ ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊടിയൊന്നും ഇല്ല, അതിങ്ങനെ അടപ്രഥമൻ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നുണ്ടോ, നാവ് കടിക്കും. രുചി കൊണ്ട് നമ്മൾ ഈ അട ഏതാണ് നാവ് ഏതാ അറിയില്ല. നാവട അല്ല. ഇനി നമ്മൾ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. റെഡിയായി അടപ്രഥമൻ ശരിയായി. ചുക്ക് ജീരകം ഒക്കെ ഏലക്കായ പൊടിക്കണം. അപ്പൊ നമ്മുടെ അടപ്രഥമൻ ശരിയായി. പിന്നെ ചുക്ക് ജീരകം പിന്നെ പൊടിച്ചത് അതിൻ്റെ ഏലക്കായ പൊടിച്ചതിൽ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ വാസന പുറത്ത് പോകാതിരിക്കാനായിട്ട് ഇതേമാതിരി നല്ല കണക്കിന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചിരിക്കട്ടെ. അപ്പം നമ്മുടെ അടപ്രഥമൻ തയ്യാറായി. അതിൻ്റെ ടെസ്റ്റിങ് ആരംഭിക്കുകയാണ്. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ, ടേസ്റ്റൊക്കെ എങ്ങനെ കാഴ്ചപ്പാടിന് കാണുമ്പോൾ നല്ലതായിട്ടിരിക്കണ്ടില്ലേ. നോക്കട്ടെ, എനിക്ക് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ്. നമ്പർ 1 നല്ല ടേസ്റ്റ്. അത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ, മനസ്സിലായോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അച്ഛന്റെ പായസത്തിന് പ്രൊമോഷൻ അച്ഛൻ തന്നെ. പിന്നെ ഇപ്പൊ പറയാണ്ടിരിക്കാൻ നിവൃത്തിയുണ്ടോ. അപ്പൊ നമ്മുടെ ലഞ്ച് പായസം റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വേഗം ഇവിടെ ചൂടോടെ പായസം കുടിക്കാം അല്ലേ. നല്ല മണം വരുന്നുണ്ട്. ചോറ്, കറി, ഓലൻ, അച്ചാറ്, പുളിയഞ്ചി, പപ്പടം, അത് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുട്ടി സദ്യ, നാളെ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ അടപ്രഥമൻ
ഇലയിൽ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ സ്വാദ്. നല്ല ചൂടുണ്ട്. അതിൻ്റെ കൂടെ ഈ പപ്പടം അങ്ങനെ അങ്ങനെ കുറച്ച് അടിപൊളി. അച്ഛൻ കഴിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചതിലും കൂടുതലായി. അതെ, വിചാരിച്ചതിലും കൂടുതൽ പായസമായിന്നാണ് അതോ ടേസ്റ്റ് ആണ് തോന്നുന്നു? അതെ, അധികം മധുരം ഇല്ലാത്തതുകൊണ്ടേ കുറെ കഴിക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കുറേ എന്താ പറയുക ഓണക്കോടി സംഭവങ്ങൾ എല്ലാതും എടുത്തുണ്ട്, കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സീവുഡ്സിലുള്ള നെക്സസ് മോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ കൊല്ലവും കാണിക്കാറുണ്ട്. അപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കാണിക്കാൻ ആ ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് മോളൊന്ന് കറങ്ങാൻ. നമ്മൾ വന്നിട്ട് ഷോപ്പിംഗ് മോൾ പോയിട്ടില്ല അല്ലേ, ഇവർ വന്നിട്ട് എന്നും ഓരോ സ്ഥലത്തായിട്ട് തിരക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ചു ഉത്രാടപ്പാച്ചിൽ ഷോപ്പിംഗ് മോളിലാക്കാം എന്നുള്ളത്. അപ്പോൾ കുറച്ച് പെർച്ചേസിങ്ങും ആവും, ഭക്ഷണവും ആവും, ഓണ പ്രോഗ്രാമും ഒക്കെ കാണാം. എല്ലാവരും നല്ല കുട്ടപ്പന്മാരായി വന്നിട്ടുണ്ട്. അമ്മക്ക് സൈഡ് വലിയ ഉണ്ടാവില്ലേ? ചെടി കാണുമ്പോ ഞങ്ങളെല്ലാവരും മഹാബലിനെ പരിചയപ്പെടുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു, കാരണം ഞങ്ങളെ അറിയുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നതല്ല. അപ്പം അച്ഛനും അമ്മയ്ക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിലും മാവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു കുറച്ചും കൂടി ഗംഭീരമായ സെറ്റപ്പിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ കാരണം നമുക്ക് എന്താ പുറമെ താമസിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നാവും ആഗ്രഹം ഉണ്ടാവുക. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സമാജത്തിൻ്റെ തന്നെ ഇതിന് തോന്നുന്നു സീവുഡ് സമാജമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് പ്രോഗ്രാംസും അവരുടെ ആൾക്കാരൊക്കെ പാർട്ടിസിപ്പൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഈ പറഞ്ഞ പോലെ കഥകളിയും തെയ്യവും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെയ്യം നമുക്ക് അങ്ങനെ കാണാൻ നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ല, അത് കണ്ണൂർ ആ ഭാഗത്തല്ലേ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ കുറേ തെയ്യം കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കാണാം അല്ലേ. അത് കഴിഞ്ഞ് ഇതേ എല്ലാവരും പോയി കഴിഞ്ഞ്, കാരണം പ്രോഗ്രാമൊക്കെ കഴിയണമ്പോൾ നല്ല തിരക്കായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പോൾ നമുക്കിങ്ങനെ പൂക്കളത്തിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കാലിയായപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ, കാരണം ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഓൾമോസ്റ്റ് ഒരു ദിവസം എടുത്തു തോന്നുന്നു അവർ ഈ പൂക്കളമൊക്കെ ഇതുപോലെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിടാൻ. ഞങ്ങൾ എന്തായാലും എല്ലാവരും കുറച്ചധികം ഫോട്ടോസ് അവിടെ നിന്നിട്ട് പോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഓണാഘോഷം? അല്ല, ഓണം എക്സ്പീരിയൻസ്? ഓണ എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല, അടിപൊളി തന്നെയാണ്. ഞാൻ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഓണത്തിൻ്റെ മലയാളികൾസ് ഉണ്ടായി, പക്ഷെ ഇവിടുത്തെ ഇത് കണ്ടപ്പോൾ ആ ഡൽഹി ഒന്നുമില്ല. ഇനി ഇത് തുടക്കമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2 മാസം ഓണ പ്രോഗ്രാം. ഇതൊക്കെയാണ് നമ്മുടെ മുംബൈയിലെ ഓണം വൈബ് തുടങ്ങി. നാളെ ശരിക്കുള്ള തിരുവോണം കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ ഫുഡ്
ഫുഡ് അടിക്കാൻ പോകും. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9:30. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അത് പിന്നെ എല്ലാ വർഷവും വരുമ്പോഴും ഉണ്ടാവും. അങ്ങനെ ആ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ ചെറിയൊരു ഷോപ്പിംഗ്, അമ്മയ്ക്കുള്ളത് ഓൾറെഡി നമ്മൾ ഓണക്കോടി എടുത്തു. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി നമ്മളിവിടെ രംഷേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നെക്സസ് മോളാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നാലും ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീഷർട്ടും ഷർട്ട്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അച്ഛനും രംഷേട്ടനെ പോലെ തന്നെ ബ്ലൂ ആണ് മെയിനായിട്ട് സെലക്ട് ചെയ്യുക, അതാണ് ഇഷ്ടം. പക്ഷേ സൈസും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് അപ്പോഴേക്കും നല്ലോണം ലേറ്റായി, ഓൾമോസ്റ്റ് ഒരു 11 മണിയായി. പക്ഷേ നല്ല തിരക്കായിരുന്നു. കാരണം ഇവിടെ ഗണപതിയുടെ ലോങ് വീക്കെൻഡ് അല്ലേ, ഒരു 5-6 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു വീക്കെൻഡ് ആയതുകൊണ്ടുള്ള തിരക്കും പിന്നെ ഓണത്തിൻ്റെ പ്രോഗ്രാം കാണാൻ വന്ന തിരക്കും എല്ലാം കൂടെ ആയിട്ട് ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ രംഷേട്ടനും അച്ഛനും അമ്മയൊക്കെ ചോളെ ഭട്ടൂരയും പിന്നെ എന്താ പനീർ കുൽച്ച ഇങ്ങനത്തെ സംഭവങ്ങളാണ് കഴിച്ചത്. അപ്പോൾ അവർക്കത് മതി എന്ന് പറഞ്ഞു. നോൺ വെജ് കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാനും വിത്തുകുട്ടി എന്തായാലും കുറച്ച് വെറൈറ്റി പിടിക്കുക. ഉച്ചയ്ക്കും ഓൾറെഡി സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സദ്യ എടുത്തിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ചോക്ലേറ്റ് ആണ്, സിറിഞ്ചാണ്, സിറിഞ്ച്. എൻ്റെയും മിത്തുക്കുട്ടിയുടെയും മാത്രം ഫുഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ബർഗറാണ് ഓർഡർ ചെയ്തു. ഉത്രാടായിട്ട് ചിക്കൻ KFC സിംഗർ ബർഗർ ഓർഡർ ചെയ്തു. അത് മാത്രം വന്നിട്ടില്ല. ഇവരുടെയൊക്കെ വന്ന് ഇവരൊക്കെ കഴിച്ച് എണീറ്റ് പോവാറായി. ഞങ്ങളുടെ എന്തായാണാവോ. പിന്നെ വേഫൽസ്. നാളെ ഇപ്പോൾ ഉത്രാടായിട്ട് സദ്യ കഴിച്ച് മടുത്തു. ഫൈനലി എൻ്റെയും മിത്തുക്കുട്ടിയുടെയും വന്നേ. മിത്തു താലം പിടിച്ച് പോണ പോലെ ഉണ്ടല്ലോ. ആരോടും മിണ്ടല്ലേ ഈശ്വര, ഇതെങ്ങാനും വീണാ മിത്തു. അപ്പം നമ്മൾ ഇപ്പോൾ സമയം 11:30. നമ്മുടെ ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ ഏകദേശം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നേരെ വീട്ടിലേക്ക്. കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് നേരെ പാതിരാത്രിയാവും. നാളെ രാവിലെ നേരത്തെ എണീറ്റ് പൂക്കളൊക്കെ ഇടണ്ടേ. തിരുവോണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളും പൂക്കളിടലും സദ്യയും കാര്യങ്ങളൊക്കെ. പൂവില്ല, 12 മണിയായില്ല ഇവിടുന്ന് പൂവിട്ട്. അതാണ് അച്ഛന്റെ മറ്റേ പൂക്കട കാരൻ അവിടെ ഉണ്ടാവോ? പൂവ് അടിക്കുന്ന ആളിവിടെ ഉണ്ടാവോ? അയാൾ ഇതിന് മുമ്പ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അതാണ് പൂവ് അടിക്കാൻ നേരം വൈകിപ്പോ. 12 മണിക്ക് എവിടുന്ന് പൂവിട്ടാണ്? അല്ല, പൂ മേടിക്കാന്ന് വിചാരിച്ചതായിരുന്നു. പോകുമ്പോ രാവിലെ നേരത്തെ പോയി വാങ്ങാം. അതിപ്പോ അന്നും അങ്ങനെ തന്നെ ഉണ്ടായി നേരത്തെ പോയിട്ട്. നല്ലത് എന്താ വെച്ചാലേ കോമൺ ആയിട്ട് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറിച്ച് വാരി എടുക്കുക. നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കിടന്നുറങ്ങാനേ തോന്നുന്നുണ്ട്. ഉത്രാടപ്പാച്ചില് തിരുവോണം നമുക്ക് ഉറങ്ങിയത് ആഘോഷിക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ.